ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. മറ്റേതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലും ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ബിസിനസ് ഓണർ പറയാറുണ്ട്, ഇത് എല്ലാവർക്കും വരാൻ കഴിയുന്ന റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. ലോവർ ക്ലാസ്സിനും വരാം, മിഡിൽ ക്ലാസ്സിനും വരാം, അപ്പർ ക്ലാസ്സിനും വരാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ബിസിനസ്, അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്യാതെ നമ്മുടെ ബിസിനസ്സിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, പ്രൈസിങ്, മാർക്കറ്റിംഗ് ഇതൊക്കെ വലിയ പ്രയാസത്തിലേക്ക് പോകും. നമുക്കിതൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിനെ ആദ്യം സെറ്റ് ചെയ്യണം എന്ന് പറയാറുള്ളത്. കാരണം നമ്മൾ അവിടെ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി, ഈ ക്വാളിറ്റിയെയും അതിൻ്റെ കൊടുക്കുന്ന ആംബിയൻസിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ പ്രൈസിങ് നമ്മൾ ചെയ്യാറുള്ളത് റെസ്റ്റോറൻറ്റുകളിൽ. നിങ്ങൾക്കറിയാം, ഒരു നോർമൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു സാധാരണ ഒരു നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ചെറിയ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ഹോട്ടൽസ് എന്ന് പറയും. ഈ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് ആണോ നമ്മളൊരു 3 സ്റ്റാറിൽ ഒരു 4 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീല്? അവിടെ അതിൻ്റെ ഫീൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ എന്താണ് ചെയ്യുന്നത്, കൊടുക്കുന്നത് ഒരേപോലെയുള്ള പേരുള്ള ഫുഡാണെന്നുണ്ടെങ്കിലും ആ ഫുഡിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അതിൻ്റെ പ്രസൻറ്റേഷനിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ഈ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഇതിനനുസരിച്ചുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ബിസിനസ്സിനെ നമുക്ക് സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതിന് നമ്മൾ എന്തൊക്കെ ഘടകങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടാർഗറ്റ് ഗ്രൂപ്പിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നമുക്ക്. അവരുടെ ഏജ് ഗ്രൂപ്പ്, എത്രയുള്ള ഏജ് ഗ്രൂപ്പുള്ള ആളുകളെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ, നമ്മളുടെ അഡ്വർടൈസ്മെന്റുകളുടെ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് റിസൾട്ട് തരാത്ത രൂപത്തിലേക്ക്, അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്താത്ത രൂപത്തിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരുടെ ഏജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ അവരുടെ ജെൻഡർ ഗ്രൂപ്പുകൾ നമ്മൾ അറിയണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഈ ഫാമിലിയെ നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള ഫാമിലി റെസ്റ്റോറൻറ്റുകളായിരിക്കാം നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഈ ഫാമിലി റെസ്റ്റോറൻറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നതും ആ ഫാമിലിയെ അവിടെ എത്തിക്കുന്നതും അവിടുത്തെ ഭാര്യമാരായിരിക്കും. ആ ഫാമിലിയിലുള്ള സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇന്ന റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മൾ ഈ ജെൻഡർ ഗ്രൂപ്പിനെ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുകളുടെ ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവരുടെ ഇൻകം സ്റ്റാറ്റസ് നമ്മൾ അറിയണം. എത്രത്തോളം വരുമാനമുള്ള ആളുകളെയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ബേസ് ചെയ്യുന്നത്. മറ്റുള്ളവർ വരണ്ട എന്നല്ല, പക്ഷേ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവരുടെ ഇൻകം സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ കഴിയണം. ദെൻ നെക്സ്റ്റ് അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ അറിയണം. ഏത് ടാർഗറ്റ് ഓഡിയൻസ് വരുന്നോ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിനനുസരിച്ച് വേണം അവരുടെ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ ഒക്കുപ്പേഷൻ അറിയുക എന്നുള്ളതാണ്. ഈ ഒക്കുപ്പേഷൻ അറിയുന്നതോടുകൂടി അവരുടെ സമൂഹത്തിലുള്ള നിലവാരം, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവരുടെ നിലവാരം നമുക്ക് അറിയാൻ കഴിയും. ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ്, സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ കഴിയും. ഇതിനനുസരിച്ച് അവരുടെ മുമ്പിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ പൊസിഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അവരെ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനുള്ള പല ആക്ടിവിറ്റികളും ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ, അഥവാ നമ്മൾ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ 5 കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ.
ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ചില ആളുകൾ എന്തായിരിക്കും, അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനും നല്ല രൂപത്തിൽ പണം സ്പെൻഡ് ചെയ്തുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകളായിരിക്കും അവര്. അപ്പൊ ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫുഡ് ഹാബിറ്റ് ഒക്കെ എന്തായിരിക്കും, വളരെ ലാവിഷ് ആയിട്ടുള്ളതായിരിക്കും. ഫുഡ് അവരൊരു ആദ്യം ഒരു മെനു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നെക്സ്റ്റ് അതിന്റെ അപ്സെല്ല് ചെയ്യാനും അതിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും പിന്നീട് കൂടുതൽ സമയങ്ങളിൽ അവരെ കൂടുതലായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരാനും അവരുമായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കൂടുതലായിട്ട് എത്തിക്കുവാനും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ കഴിയും. ദെൻ ഇവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ അറിയണം. ഇവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? ചില ആളുകൾക്ക് പിന്നെ ചിക്കൻ വെറൈറ്റീസിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ചില ആളുകൾക്ക് കൂടുതൽ എരിവില്ലാത്ത ഫുഡുകളിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഇവരുടെ ഫുഡിന്റെ ഇൻട്രസ്റ്റുകൾ, ഇവരെന്തൊക്കെ ലൈഫ് സ്റ്റൈലിലാണ് ജീവിക്കുന്നത്, ഇവരുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള സർവീസുകൾ ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് കൃത്യമായിട്ടുള്ള സർവീസുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അതേപോലെ ഇത്തരത്തിലുള്ള ആളുകളുടെ വാല്യൂസ്, ഇവർ എത്രത്തോളം ബ്രാൻഡുകൾക്കൊക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇവരെങ്ങനെയാണ് ഓരോ ബ്രാൻഡിനെയും ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വാല്യൂസ്, ഇവർക്കുള്ള ഒരു വാല്യൂ ഉണ്ടാവും സമൂഹത്തിൽ, ഇവരെ ആളുകളുടെ മുമ്പിൽ ഇവരെ പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ഈ വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയണം. ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ഉള്ള ആളുകളെ കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരുടെ പേഴ്സണാലിറ്റി, ഇവർക്കൊരു വ്യക്തിത്വം ഉണ്ടാവും, ഈ ഓഡിയൻസിനൊക്കെ ഒരു വ്യക്തിത്വം ഉണ്ടാവും. ഈ വ്യക്തിത്വം എത്രത്തോളം സമൂഹത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളാണ്, അത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ നമ്മുടെ ഓഡിയൻസിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ കഴിയും. കാരണം ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ആ ടാർഗറ്റ് ഓഫ് ഓഡിയൻസ്, ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ടാർഗറ്റ് ഓഫ് ഓഡിയൻസിനൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ ആളുകളെ, ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് പൊസിഷൻ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ. അപ്പൊ രണ്ടാമത് നമ്മൾ പറഞ്ഞത് സൈക്കോഗ്രാഫിക്സ് ആണ്. ഇവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അറിയണം, ഇവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ അറിയണം, ഇവരുടെ വാല്യൂസ് അറിയണം, ഇവരുടെ പേഴ്സണാലിറ്റി അറിയണം. അപ്പോൾ ആദ്യത്തെ ഡെമോഗ്രാഫി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത് സൈക്കോഗ്രാഫിക്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് ഇവരുടെ ഫുഡ് ഹാബിറ്റ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ചില ഏരിയകളിൽ, ചില സ്ഥലങ്ങളിൽ നമ്മൾ റെസ്റ്റോറൻ്റ് ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് അറിയാം, ആ റെസ്റ്റോറൻറ്റുകളിൽ ചില സമയങ്ങളിൽ മുമ്പോട്ട് പോകുന്നതിന് ചില തടസ്സങ്ങൾ നേരിടും. എന്തായിരിക്കും കാരണം? അവിടെ ആവശ്യത്തിന് കസ്റ്റമർ വരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് പറയാറുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? അവിടെയുള്ള കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ലാതെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചിലപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കാം. ഇത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിക്കൻ വെറൈറ്റീസ് കൂടുതലുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർക്ക് ആ താല്പര്യമില്ല, ആവശ്യമില്ല. അവരുടെ പെയിൻ പോയിന്റ് അതല്ല, അവരുടെ ഇൻട്രസ്റ്റ് അതല്ല, അവരുടെ ഫുഡ് ഹാബിറ്റ് അതല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് എന്താണോ താല്പര്യമുള്ള ഫുഡ്, ആ ഫുഡിലെ വെറൈറ്റീസ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ദെൻ നെക്സ്റ്റ്, അവരുടെ സ്പെൻഡ് ചെയ്യുന്ന പണത്തിന്റെ അളവ്, എത്രത്തോളം ഫുഡിന് വേണ്ടിയിട്ട് അവർ പണം ചെലവഴിക്കുന്നുണ്ട്, അതിനെത്രത്തോളം അവർ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ ഹാബിറ്റിന് എത്രത്തോളം ഈ പണം അവർ സ്പെൻഡ് ചെയ്യും എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് അപ്സെല്ല് ചെയ്യാനും കൂടുതൽ മെനൂസ് ഇവരിലേക്ക് പുഷ് ചെയ്യാനും മെനൂസിന്റെ പ്രൈസിങ്ങിൽ നമുക്ക് ഇവർക്ക് വേണ്ട ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രസന്റേഷൻ രീതികളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇവരെ അട്രാക്ട് ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടാർഗറ്റ് ഓഡിയൻസിനെ, റെസ്റ്റോറൻറ്റിലേക്കുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. 3 പോയിന്റുകളാണ് അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്: ഡെമോഗ്രാഫിക്സ്, അതേപോലെ സൈക്കോഗ്രാഫിക്സ്, ഫുഡ് ഹാബിറ്റ്സ്. ഇതിൽ ഡെമോഗ്രാഫിക്സിൽ അവരുടെ ഏജ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ,
അതേപോലെ തന്നെ ഒക്കുപേഷൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിൽ നമുക്ക് കൃത്യമായിട്ട് അവരിലേക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈല്, ഇൻട്രസ്റ്റ്, വാല്യൂസ് ആൻഡ് പേഴ്സണാലിറ്റി, ഈ 4 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിനെ നമുക്ക് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആയിരുന്നു ഫുഡ് ഹാബിറ്റ്സ്. ഈ ഫുഡ് ഹാബിറ്റ്സിനെ നമുക്ക് അറിയാൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ കണ്ടെത്തുന്ന സമയത്ത്. കാരണം അവരുടെ ഫുഡ് ഏതാണ് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എന്നുള്ളതും അവരുടെ അതിനുവേണ്ടി അവർ എത്രത്തോളം പണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസിന്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്